തലസ്ഥാന ജില്ലയിൽ വിലാപയാത്ര കടന്നുപോകുന്ന പ്രധാന പോയിന്റുകൾ നമ്മുടെ സ്ക്രീനിൽ കാണാം. പാളയം, PMG, പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, ചാവടിമുക്ക്, പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വെട്ടുറോഡ്, കണിയാപുരം, പള്ളിപ്പുറം, മംഗലപുരം, ചെമ്പകമംഗലം, കോരാണി, ആറ്റിങ്ങൽ, മൂന്നുമുക്ക്, ബസ് സ്റ്റാൻഡ്, കച്ചേരിനട, ആലംകോട്, കടുവയിൽ, കല്ലമ്പലം, നാവായിക്കുളം, 28-ാം മൈൽ, കടമ്പാട്ടുകോണം. അങ്ങനെ പാളയം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള വിവിധ പോയിന്റുകളിൽ ജനങ്ങൾക്ക് PS-നെ സ്നേഹിക്കുന്നവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് മൃതദേഹം എത്തിക്കുക. അവിടെ പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റും ട്രഷറി ഗേറ്റും വഴി അകത്തേക്ക് കടക്കാം. അതിനുശേഷം പൊതുജനങ്ങൾ YMCA ഗേറ്റ് വഴിയാണ് പുറത്തു പോകേണ്ടത്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് VS-ൻ്റെ ഒരുപാട് തവണ പ്രസംഗങ്ങൾ ഈ ദർബാർ ഹാളിൽ കേട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട്. അവിടേക്കാണ് VS-നെ അല്പസമയത്തിനകം എത്തിക്കുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ സജ്ജീകരണങ്ങൾ? ശ്രീജ, VS-നെ പുന്നപ്രയുടെ മകനെന്നും പുന്നപ്രയുടെ സമരനായകനെന്നൊക്കെ വിശേഷിപ്പിക്കാം. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെ തിരുവനന്തപുരമായിരുന്നു, തലസ്ഥാനമായിരുന്നു. ആ തലസ്ഥാനമാണ് ഇപ്പോൾ VS-ന് വിട ചൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇപ്പോൾ നിയമസഭ പിന്നിട്ട് പാളയത്തേക്ക് എത്തുകയാണ്. പാളയത്തും VS-നെ ഓർമ്മിപ്പിക്കാൻ പാളയ രുദ്രാക്ഷ മണ്ഡപത്തിന് മുന്നിൽ എത്രയോ സമരങ്ങൾ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ഉൾപ്പെടെയുള്ള എത്രയോ സമരങ്ങൾക്ക് VS അവിടെ എത്തിയിരിക്കുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് തൊട്ടു മുന്നിൽ സ്വദേശാഭിമാനിയുടെ ഒരു പ്രതിമയുണ്ട്. ആ സ്വദേശാഭിമാനി പ്രതിമ അവിടെ വരാൻ കാരണക്കാരൻ തന്നെ VS ആണ്. അന്ന് സ്വദേശാഭിമാനിയുടെ പ്രതിമ നേരത്തെ AG's ഓഫീസിന്റെ മുൻവശം ആ കോമ്പൗണ്ടിലായിരുന്നു സ്വദേശാഭിമാനി പ്രതിമ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കുമ്പോൾ പ്രതിമ മാറ്റേണ്ടി വന്നു. മറ്റു സ്ഥലത്ത് വയ്ക്കാനില്ലാത്ത അവസ്ഥ വന്നു. അന്ന് പത്രപ്രവർത്തക നേതാക്കൾ VS മുഖ്യമന്ത്രിയായ അദ്ദേഹം പറഞ്ഞു, സ്വദേശാഭിമാനിയുടെ പ്രതിമയ്ക്ക് സ്ഥലമില്ല, നിങ്ങളൊരു സ്ഥലം കണ്ടെത്തൂ എന്ന് പറയുകയും അത് പിന്നീട് പത്രപ്രവർത്തക യൂണിയൻ നേതാക്കൾ ഈ സ്ഥലം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവിടെ VS അന്ന് വൈകിട്ട് VS എന്ന ഭരണാധികാരിയെ പലപ്പോഴും നമ്മൾ ആ രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. VS-ന്റെ ഭരണാധികാരി അത് അദ്ദേഹം നേരിട്ട് അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങുന്നു. ആ സ്ഥലം കണ്ടെത്തുന്നത് മറ്റൊരു നേതാവിന്റെ പ്രതിമ വയ്ക്കാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമായിരുന്നു. പക്ഷേ അതല്ല, അവിടെ സ്വദേശാഭിമാനിയുടെ പ്രതിമ അവിടെ വരണം. പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രയധികം പ്രയത്നിച്ച ആ മഹാന്റെ പ്രതിമ അവിടെ വരണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി VS അവിടെ ഇറങ്ങുന്നു. അങ്ങനെ അവിടെ സ്വദേശാഭിമാനിയുടെ പ്രതിമ എന്നുള്ളതുപോലെ സ്ഥാപിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, തലസ്ഥാനത്തിന്റെ ഓരോ ഭാഗത്തിനും അത്തരത്തിൽ പല കഥകൾ VS-നെ പറ്റി പറയാനുണ്ടാകും. ഇനി അവിടെ നിന്ന് ആ ഭൗതിക മൃതദേഹം കൊണ്ടുള്ള യാത്ര വരേണ്ടത് സെക്രട്ടേറിയറ്റിലേക്കാണ്. സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിലേക്കാണ്. നമുക്കറിയാം എത്രയോ സമരങ്ങൾ VS അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകിയ എത്രയോ സമരങ്ങൾ നിയമസഭയിൽ പലപ്പോഴും ഈ സമരങ്ങൾ സഭാ സമ്മേളനങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോൾ അവിടെ നിന്ന് VS അച്യുതാനന്ദൻ തന്റെ MLA-മാരെയും കൂട്ടി ഇറങ്ങിയ ഒരു നടപ്പുണ്ട്. നിയമസഭാ മന്ദിരത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക്, സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിലേക്ക് VS അച്യുതാനന്ദൻ മാർച്ച് ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സമയത്ത് കൊറോണ സമരത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് VS-ന്റെ നേതൃത്വത്തിൽ MLA-മാർ മാർച്ച് നടത്തുമ്പോൾ അതിനു നേരെ പോലീസ് ടിയർ ഗ്യാസിൽ പ്രയോഗിച്ച സംഭവമുണ്ട്. അവിടെ പല നേതാക്കളും കുഴഞ്ഞു വീഴുമ്പോഴും അക്ഷോഭ്യനായി VS ആ സമര രംഗത്ത് നിലയുറപ്പിച്ച് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയോ സമരങ്ങൾ VS-ന്റെ കാലടി പതിയാത്ത ഒരു മണ്ണും ഈ തലസ്ഥാനത്തുണ്ടാകില്ല. തലസ്ഥാനത്തിന്റെ മലയോര മേഖലകളിൽ തുടങ്ങി തീരമേഖലയിൽ വരെ VS നയിച്ച സമരങ്ങളുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് കോവളം കൊട്ടാരം. തലസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ VS ഏറ്റവും വലിയ സമര ഏടുകളിൽ ഒന്ന് കോവളം കൊട്ടാരം സമരമായിരുന്നു. അക്ഷാർ എന്നതെ നിവേഹ പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് ജില്ലാ സെക്രട്ടറിയായ M. വിജയകുമാറിനൊപ്പം VS കോവളത്തേക്ക് ഒരു മാർച്ച് നടത്തി. മാർച്ച് എന്ന് പറയാൻ കഴിയില്ല, അവിടെ ചെന്ന കയ്യേറ്റങ്ങൾ കാണുകയും കോവളം കൊട്ടാരം ബന്ധപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നിയമ നടപടികൾക്ക് VS തുടക്കം കുറിച്ചു. അവിടെ സ്വകാര്യ റിസോർട്ടുകളുടെ വലിയൊരു ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അതെല്ലാം ഒരു പക്ഷേ നിയമവിധേയമെന്ന് നമ്മൾ തന്നെ എല്ലാവരും പറയുന്നതാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. തീരം കയ്യേറിയ സ്വകാര്യ റിസോർട്ട് ലോബിക്ക് വലിയ രീതിയിലുള്ള ശക്തമായ സമരം വന്ന് VS നേതൃത്വത്തിലൂടെ നടന്നിരുന്നു. കോവളം കൊട്ടാരത്തിനെതിരെ VS നടത്തിയ നിയമ പോരാട്ടവും ഐതിഹാസികമാണ്. ഒരുപക്ഷെ അദ്ദേഹം വിജയിക്കാതെ പോയ പല പോരാട്ടങ്ങളിൽ ഒന്നായി അതിനെയും കണക്കാക്കേണ്ടി വരും. കോവളം കൊട്ടാരത്തിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന്
ശക്തമായ എതിർപ്പ് അന്ന് സ്വകാര്യ മുതലാളി കൈമാറുന്ന വലിയ എതിർപ്പ് വരുമ്പോഴും VS നിയമ നടപടികളെ മുന്നോട്ട് പോയിരുന്നു. അവസാനം കോടതി വിധിയെതിരായപ്പോഴാണ് VS ആ പോരാട്ടം അവിടെ അവസാനിപ്പിച്ചത്. അങ്ങനെ എത്രയോ സമര പോരാട്ടങ്ങൾ, നിയമ പോരാട്ടങ്ങൾ VS മുന്നിൽ നിന്ന് നയിച്ച ഫലം കൂടിയാണ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് VS എന്ന സമരനായകന്, VS എന്ന ഭരണാധികാരിക്ക്, VS എന്ന പ്രതിപക്ഷ നേതാവിന് യാത്രാമൊഴി നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന മുഖം കേരളം നിരവധി പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ആദ്യം ജനങ്ങൾക്ക് ഓർമ്മ വരുന്ന മുഖമായി VS മാറി. VS എന്നും പ്രതിപക്ഷത്തായിരുന്നു, അല്ലെങ്കിൽ ജനപക്ഷത്തായിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും പല തീരുമാനങ്ങളും സർക്കാർ തീരുമാനങ്ങൾ ജനങ്ങൾക്കെതിരെന്ന് കണ്ടാൽ അവിടെ VS അവിടെ ഒരു പ്രതിപക്ഷ നേതാവായി കൂടി മാറിയിരുന്നു. നമുക്കറിയാം CPMന്റെ എല്ലാ മുഖ്യമന്ത്രിമാരിലും കൃത്യമായ നിയന്ത്രണം പാർട്ടിക്കുണ്ടാകും. അത് പക്ഷേ ഇല്ലാതെ പോകുന്നതും പാർട്ടി തന്നെ മുഖ്യമന്ത്രി പാർട്ടിയെ മാറിയതും പിണറായി വിജയന്റെ കാലത്ത് മാത്രമായിരിക്കും. പക്ഷേ VSന്റെ കാലത്ത് അക്ഷരാർത്ഥത്തിൽ VS ആ രീതിയിൽ കെട്ടിയിടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ആ തീരുമാനങ്ങൾ പലപ്പോഴും അദ്ദേഹം ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കാതെ കഴിഞ്ഞില്ല. അപ്പോഴൊക്കെ അദ്ദേഹം അവിടെ ഒരു പ്രതിപക്ഷമായി മാറി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അനുസ്മരണത്തിൽ ഒരു വാക്ക് ഏറ്റവും ശ്രദ്ധേയമാണ്. പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനൊപ്പം നിന്ന് തിരുത്തി മുന്നോട്ട് പോയ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ എന്ന അത്തരത്തിൽ കൂടി VS ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഈ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് അധികം വൈകാതെ VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിരാമയാത്ര എത്തും. അക്ഷരാർത്ഥത്തിൽ കേരളം കണ്ണീരോടെ യാത്ര നൽകുകയാണ്. കേരളത്തിന്റെ ഏറ്റവും കരുത്തനായ, ശക്തനായ, ജനകീയനായ മുഖ്യമന്ത്രിക്ക്, പ്രതിപക്ഷ നേതാവിന് സാധാരണക്കാരുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും അതിനുവേണ്ടി അഹോരാത്രം എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് പോരാടിയ VSന് കണ്ണേ കണ്ണേ എന്ന CPM പ്രവർത്തകർ മലയാളികൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് VSന് വേണ്ടി മാത്രമായിരിക്കണം. കണ്ണേ കണ്ണേ എന്ന് വിളിച്ച അടുത്ത വാക്ക് VS എന്ന് മാത്രമായി മലയാളികളുടെ മനസ്സിൽ ആ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. ഏതായാലും അങ്ങനെയുള്ള VSനെയാണ് ഇപ്പോൾ കേരളം യാത്രാമൊഴി നൽകുന്നത്. ആ VSനെ കാണാനാണ് ഇന്നലെ രാത്രി മുതൽ വലിയ ജനക്കൂട്ടം തിരുമ്പിയാത്തത്. അത് SUT ആശുപത്രി മുതൽ അദ്ദേഹത്തിന്റെ കർമ്മമേഖലയായിരുന്ന AKG സെന്ററിലേക്ക് വരെ. AKG സെന്ററിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. VS എന്ന് പരാജയം ഭക്ഷിച്ച് ജീവിച്ച നേതാവെന്ന് MN വിജയൻ VSനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയവും പരാജയങ്ങളും ഒക്കെ ഒരുപോലെ സാക്ഷിയായ ഓഫീസാണ് AKG സെന്റർ. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും മുന്നണി കൺവീനർ എന്ന നിലയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലും ഒക്കെ VS നിറഞ്ഞാടിയ സംസ്ഥാന CPMന്റെ സംസ്ഥാന സമിതി ആസ്ഥാനം. അവിടേക്ക് ഇന്നലെ VSനെ എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ എങ്ങനെ ഇത്രയധികം ഊർജം VSന് ഈ പ്രായത്തിൽ ഉണ്ടാകിയിരിക്കാം, അവസാന ഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നുവെന്ന് എല്ലാവരും അത്ഭുതത്തോട് ചിന്തിച്ചിരുന്നു. അങ്ങനെയുള്ള ജനനായകന് വിട നൽകാൻ ഇന്നലെ പാർട്ടി പ്രവർത്തകർ ഈ AKG ഹാളിന് മുന്നിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ മുതലുള്ള അവരുടെ പൊട്ടുമാറുച്ചത്തിലുള്ള മുദ്രാവാക്യം വിളി, എങ്ങനെ ഇത്രയധികം മണിക്കൂറുകൾ ആ ജനക്കൂട്ടത്തിന് തങ്ങളുടെ നേതാവിന് വേണ്ടി അങ്ങനെ മുദ്രാവാക്യം വിളിക്കാനുള്ള ഊർജ്ജം എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു പോകുന്ന സന്ദർഭമായിരുന്നു അത്. അവിടെ നിന്ന് VSന്റെ വസതിയിലേക്ക്, ലോ കോളേജിലെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമ്പോഴും ജനക്കൂട്ടം നൂറുകണക്കിന് പേർ, ആയിരക്കണക്കിന് പേർ അപ്പോഴും VSനെ കാണാൻ കഴിയാതെ AKG സെന്ററിന് പുറത്ത് തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവരോട് പാർട്ടി നേതാക്കൾ പറഞ്ഞത് ഇനി മറ്റു വഴികളില്ല, 11:30 മണിയാകുന്നു, 9 മണിക്ക് അവസാനിപ്പിക്കാൻ നിശ്ചയിക്കുന്ന പൊതുദർശനമായിരുന്നു. ഇനി